ചെമ്പനിപ്പ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സുധി പുതിയതായിട്ട് മേടിച്ചിരിക്കുന്ന ആ വീടിന്റെ യഥാർത്ഥ ഓണർ ആ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. സുധിക്ക് അപ്പോഴും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ വിശ്വനാഥൻ കൊടുത്തിരിക്കുന്ന ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അത് പിന്നെ എന്തായാലും അങ്ങനെ തന്നെയല്ലേ ആവുള്ളൂ. അവര് യഥാർത്ഥ ഓണർ ആണെന്നുണ്ടെങ്കിൽ മാത്രമല്ലേ നിങ്ങളുടെ ഫോൺ ഇനി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ആ വിശ്വനാഥൻ എന്ന് പറയുന്ന ആള് 2 മാസത്തേക്ക് അവിടെ വാടകയ്ക്കാണെന്ന് പറഞ്ഞിട്ടാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അയാള് നിങ്ങളെ നന്നായിട്ട് പറ്റിച്ചിട്ടുണ്ട്. എന്തായാലും സുധിയേട്ടൻ പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തെ കുറിച്ച് വർഷ പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. സുധിയേട്ട ഇതൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് അയാളെ കുറിച്ചിട്ട് സുധിയേട്ടൻ ശരിക്കൊന്ന് അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കുവാണേ. അയാള് ആരാണ് എന്താണെന്നുള്ള കാര്യമൊന്നും അറിയാതെ വീട് വാങ്ങുക എന്നുള്ള പേരും പറഞ്ഞിട്ട് ഇവിടെ വന്ന് താമസിക്കുകയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട് ആ ഓണർ പറയുന്നുണ്ട്. അയാള് ഇറങ്ങി പോവാൻ വേണ്ടി പറയുന്ന സമയത്ത് സച്ചിയാണെന്നുണ്ടെങ്കിൽ സർ 1 മിനിറ്റ്, ഇപ്പോഴാണ് ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം മനസ്സിലായത്. നിങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ താമസിച്ചിരുന്ന ആള് അവരുടെ വീടാണെന്ന് പറഞ്ഞിട്ട് ഒരു പൊട്ടനെ പറ്റിച്ചിട്ട് പോയി. അതല്ലേ സാർ നടന്നത്? അതേ എന്ന് ആ ഓണർ സമ്മതിക്കുന്നുണ്ടേ. ആ പൊട്ടൻ വേറെ ആരുമല്ല, ദേ നിൽക്കുന്നു എന്റെ ചേട്ടൻ തന്നെയാണ്. സച്ചിയുടെ ആ സംസാരം കേൾക്കുമ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സുധിയുടെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ, സുധി നമ്മൾ പറ്റിക്കപ്പെട്ടോ എന്നുള്ള കാര്യം. അതേ ശ്രുതി എന്ന് ശ്രുതി പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശ്രുതി ബോധം കിട്ടിട്ട് വീഴുന്നുണ്ട്. അതുവരെയായിരുന്നു നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാട്ടോ. ഉടനെ തന്നെ ചന്ദ്രയും അതുപോലെ വർഷയും കൂടി ചേർന്നിട്ട് ശ്രുതിയെ പിടിച്ച് ചെയറിലിരുത്തുകയാണ്. അപ്പോഴേക്കും രേവതി വെള്ളമായിട്ട് വന്ന് മുഖത്ത് വെള്ളമൊക്കെ കുടിയുമ്പോൾ ബോധം വരുന്നുണ്ട്. വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയാണെങ്കിൽ ഇരുന്നിടത്ത് എഴുന്നേറ്റിട്ട് ശ്രുതിക്ക് അരികിലേക്ക് ചെന്നിട്ട്, ശ്രുതി നമ്മൾ പറ്റിക്കപ്പെട്ടു അല്ലേ? അപ്പോൾ നമ്മുടെ പണം അയാള് നമ്മളെ നന്നായിട്ട് പറ്റിച്ചു എന്നാ തോന്നുന്നത്. നമ്മുടെ പണം മൊത്തം പോയി എന്നുള്ള കാര്യം ശ്രുതി പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ദേഹത്ത് കിടന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ. അതെല്ലാം കണ്ടിട്ട് ചന്ദ്രയുടെ കയ്യിലുള്ള പാത്രമൊക്കെ താഴെ പോകുന്നുണ്ട്. എന്നിട്ട് ദൈവമേ എന്ന് പറഞ്ഞു കണ്ട് ഭയങ്കര കരച്ചിലാണ് ചന്ദ്രയും. എല്ലാവരും അവിടുന്ന് കരയുന്നുണ്ടെങ്കിൽ പോലും ആ വീടിന്റെ ഓണർ പറയുന്നത് ഇവിടെ വെച്ചിട്ടൊരു സീൻ ഉണ്ടാക്കരുത്, ഉടനെ തന്നെ നിങ്ങൾ എല്ലാവരും പുറത്തു പോകണമെന്നാണ്. കരഞ്ഞോണ്ടിരിക്കുന്ന ശ്രുതിയാണെങ്കിൽ കണ്ണൊക്കെ തുടച്ചിട്ട് അദ്ദേഹത്തിന്റെ അരികിലേക്ക് വരുന്നുണ്ട്. സർ, അതെങ്ങനെ ഞങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റുക? ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ഡോക്യുമെന്റ്സ് ഒക്കെ ഫോർജറി ചെയ്യുന്നത് സാധാരണയായിട്ടുള്ള കാര്യമാണ്. ഇവിടെ താമസിച്ചിരുന്ന അയാളുണ്ടല്ലോ, അയാള് പക്ക ഒരു ഫ്രോഡാണ്. നിങ്ങളാണെങ്കിൽ ഇവിടെ കയറി താമസവും തുടങ്ങി ഉടനെ തന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണം. അതെങ്ങനെ സാർ പോവാൻ വേണ്ടി പറ്റുക? 30 ലക്ഷം രൂപ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു എന്ന് പറയണേ. നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ അയാൾക്ക് പണം കൊടുത്തിട്ടുണ്ടായിരുന്നത്? വീടൊക്കെ വാങ്ങുന്നതിന് മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ ചെന്നിട്ട് കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കണമായിരുന്നു. നിങ്ങൾ എത്ര ദിവസമായി ഇവിടെ താമസിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്? 2 ദിവസം എന്ന് ശ്രുതി മറുപടി പറയുമ്പോ, ഓ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കുറ്റിയും പറിച്ച് അങ്ങ് താമസിക്കാൻ വേണ്ടി തുടങ്ങിയനെ അല്ലേ? നിങ്ങളും പറ്റിക്കുന്നവർ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, സാർ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങള് പറ്റിക്കപ്പെട്ട് നിൽക്കുവാണ്. സാർ കുറച്ച് സമാധാനപരമായിട്ട് നിൽക്കൂ, നമുക്ക് സംസാരിക്കാം. കൂടുതലായിട്ട് സംസാരിക്കാൻ ഒന്നുമില്ല. ആദ്യം നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം. ഓണർ പറയുന്നത് കേൾക്കുമ്പോഴേക്കും സച്ചിയാണെങ്കിൽ അയാളുടെ അരികിലേക്ക് ചെന്നിട്ട്, സർ വീട് സെയിൽസിനാന്നുള്ള കാര്യം കണ്ടിട്ട് എന്റെ ബ്രദർ 30 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അയാള് ഫ്രോഡാണെന്നുള്ള കാര്യം സാർ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് സംസാരിക്കുന്നത്? സർ ഞങ്ങൾ 30 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തില്ലേ? അങ്ങനെ ഉടനെ ഒന്നും ഇവിടെ ഞങ്ങൾക്ക് പോവാൻ വേണ്ടി പറ്റില്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? പോവാൻ വേണ്ടി പറ്റില്ല എന്നോ? ഉടനെ തന്നെ ശ്രീകാന്തൻ പറയുന്നുണ്ട്, സർ ഞങ്ങളുടെ പണം തിരികെ കിട്ടാത്ത ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടുന്ന് പോവാൻ വേണ്ടി പറ്റുക? അതേസമയം ചന്ദ്രയും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, സാർ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് തല ചുറ്റുന്നുണ്ട്. 30 ലക്ഷം എന്ന് പറയുന്നത് സാധാരണ പണമാണോ സർ? അതങ്ങ് വെറുതെ കിട്ടുന്നതാണോ? ഈ വീട് വാങ്ങാൻ വേണ്ടി പോകുന്ന സന്തോഷത്തിലായിരുന്നു ഞാനും. എന്നാ സാറ് വന്നിട്ട് ഇത്രയും വലിയൊരു ബോംബ് ഇട്ടല്ലോ. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങളുടെ മകൻ ശരിക്കും ഒരു പൊട്ടനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം. സർ എന്റെ മകൻ ഭയങ്കര ആഗ്രഹത്തോട് കൂടിയിട്ട് മേടിച്ച വീടാണിത്. പണം കിട്ടാതെ ഞങ്ങൾ എങ്ങനെ സാർ ഇവിടുന്ന് പോവാ എന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി ഇടയിൽ കയറിയിട്ട് അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകാം, നേരെ പോലീസിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാം, എന്നിട്ട് എന്താ വേണ്ടെന്നുള്ള കാര്യം ചെയ്യാം. സച്ചി പറഞ്ഞു കേട്ട ഉടനെ തന്നെ ആ ഓണറാണെന്നുണ്ടെങ്കിൽ ഞാൻ വരുമ്പോ തന്നെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് വന്നത്. അവരെന്തായാലും ഇപ്പൊ എത്തും. അവര് വന്നു കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകും. പറഞ്ഞു മുഴുവിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസുകാര് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ ആ വീടിന്റെ ഓണർ അങ്ങോട്ട് ചെല്ലുവാണ്. സർ എന്റെ വീട്ടില് ഇവര് ഇല്ലീഗലായിട്ട് താമസിച്ചതാണ്, എന്നിട്ട് ഇപ്പൊ പോവില്ല എന്നുള്ള കാര്യം പറയുന്നു. ഉടനെ തന്നെ സുധി അവരുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ഇവരുടെ വീട്ടിൽ നിങ്ങൾ എന്തിനാ താമസിക്കുന്നത്? സർ ഈ വീട് വാങ്ങാൻ വേണ്ടിയിട്ട് 30 ലക്ഷം രൂപ ഞാൻ അഡ്വാൻസ് കൊടുത്തു എന്ന് സുധി പറയുമ്പോ, ആരടുത്ത് നിങ്ങൾ കൊടുത്തത്? വിശ്വനാഥൻ എന്ന് പറയുന്ന ആളുടെ അടുത്തല്ലേ? അതേ സാർ എന്ന് സുധി പറഞ്ഞ ഉടനെ തന്നെ, അയാള് നമ്പർ 1 ഫ്രോഡാണ്. 420 ഒരുപാട് കുടുംബത്തെ അവൻ പറ്റിച്ചിട്ടുണ്ട്.
ഓരോരോ വീട്ടിനകത്തും അവൻ റെന്റിനാണെന്ന് പറഞ്ഞ് താമസിക്കും. എന്നതിനു ശേഷം അത് അവന്റെ വീടാന്ന് പറഞ്ഞിട്ട് ഫേക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി അവരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയിട്ട് ആരും അറിയാതെ മുങ്ങിക്കളയും. ഞങ്ങൾ തന്നെ അവരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പോലീസുകാരൻ പറഞ്ഞു കേട്ട ഉടനെ തന്നെ സച്ചി വെക്കുന്നുണ്ട്, എടാ ആരാണ് എന്താണെന്നുള്ള കാര്യം അറിയാതെ ഉടനെ തന്നെ നീ കാശ് കൊടുക്കുവോ? അന്നേ ഞാൻ പറഞ്ഞില്ലേ അയാൾ അന്ന് പോയത് യെല്ലോ ബോർഡുള്ള കാറിനകത്താണെന്ന്. അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഞാൻ അയാളെ പോയി പിടിക്കുക എന്നുള്ള കാര്യം. സുധിയേട്ടനെ ഇത്രയൊക്കെ പഠിച്ചിട്ടില്ലേ, എന്നിട്ട് എന്താണ് കാര്യം, ആരാണ് എന്താണെന്നുള്ള കാര്യമൊന്നും അറിയാതെ വീട്ടിനുള്ളിൽ തന്നെ പണം കൊടുത്തു. അതും രജിസ്റ്റർ ഓഫീസിൽ പോകാതെ അവർ വീട്ടിനുള്ളിൽ നിന്ന് പണം മേടിച്ചപ്പോ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു സുധിയേട്ടൻ എല്ലാ പ്രൊസീജിയറും നോക്കിയിട്ടുണ്ടാകുമെന്ന്. നീ പഠിച്ചവനല്ലേ, എന്നിട്ട് ഇതുപോലെ നേരെ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയില്ലെന്ന് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. സർ പഠിച്ചവനാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ശരിക്കും ഒരു പൊട്ടനാണ്. സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ സുധിക്ക് കൂടുതലായിട്ട് വിഷമാവുന്നുണ്ട്. സച്ചി നീ ഒന്ന് മിണ്ടാതിരിക്കടാ. സുധിയുടെ വിഷമം കാണുമ്പോഴേക്കും രേവതിയാണെങ്കിൽ സച്ചി അങ്ങ് മാറ്റി നിർത്തുന്നുണ്ട്. സർ ഞാൻ ഡോക്യുമെന്റ്സ് ഒക്കെ നന്നായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് ആ ഓണർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇനി കൂടുതൽ സംസാരിക്കുന്നത്, ഉടനെ തന്നെ ഇവിടുന്ന് പോകണം എല്ലാവരും. സർ എല്ലാവരുടെ അടുത്തൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി പറയുന്നു പോലീസുകാരന്റെ അടുത്തും പറയുമ്പോൾ പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, അങ്ങനെ എല്ലാവരുടെ അടുത്തും പോകാൻ വേണ്ടിയിട്ട് പോലീസുകാരൻ പറയാണല്ലോ. ഉടനെ തന്നെ രവി പറയുന്നുണ്ട്, സർ ഞാനൊരു KSRTC ഡ്രൈവർ ആയിരുന്നു. സംഭവിച്ച കാര്യങ്ങളെല്ലാം കേട്ട് ഞങ്ങൾ തന്നെ ആ അമ്പരപ്പിലാണ് ഉള്ളത്. ഞങ്ങളുടെ കാശിന്റെ കാര്യത്തിൽ ഒരു വഴി അറിയാതെ ഞങ്ങൾ എങ്ങനെയാ സാർ ഇവിടുന്ന് പോവുക? അതില് ഇവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിയമപ്രകാരം ഇത് അവരുടെ വീടാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. ഞങ്ങളും ആ വിശ്വനാഥനെ കുറിച്ചിട്ട് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കംപ്ലൈന്റ് ചെയ്യൂ. എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളെ ഞങ്ങൾ അറിയിക്കാം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. സാർ ഒരു 10 മിനിറ്റ് ടൈം തരൂ, ഞങ്ങള് ഇറങ്ങിക്കൊള്ളാം എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട്. സങ്കടപ്പെട്ട് നിൽക്കുന്ന സുധിക്ക് അരികിലേക്ക് എന്നിട്ട് രവി പറയുന്നുണ്ട്, സുധി അവര് പറയുന്നത് ന്യായം തന്നെയാണ്, നമുക്ക് പോവല്ലാതെ മറ്റു വഴിയില്ല എന്ന് പറഞ്ഞു കൂട്ടിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ഒക്കെ കരയുന്നുണ്ട്. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ദൈവമേ ഞങ്ങളെ ഇങ്ങനെ കൈവിട്ട് കളഞ്ഞല്ലോ, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തെന്നൊക്കെ പറഞ്ഞ് അല്ലറി വിളിച്ച് കരഞ്ഞോണ്ടിരിക്കുവാണേ. ബാഗെല്ലാം എടുത്തതിന് ശേഷം എല്ലാവരും ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് കേട്ടോ ആ വീട്ടിൽ നിന്ന് പോകുന്നത്. തുടർന്ന് വീട്ടിലെത്തിയതിനു ശേഷമാണ് കാണിക്കുന്നത്. പക്ഷെ എല്ലാവരും ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ, ആരും ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. പക്ഷേ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൂളായിട്ട് ഇരിക്കുവാണ്. എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് രേവതിക്ക് കൊടുക്കുമ്പോൾ രേവതി സച്ചിയുടെ ഒന്ന് ചുമ്മാ ഇരിക്കുന്നു പറഞ്ഞിട്ട് അത് പിടിച്ച് വാങ്ങിച്ചു വെക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് സാധാരണയായിട്ട് നടക്കുന്ന കാര്യമല്ലേ? ഒന്നെങ്കിൽ ഇവൻ നമ്മളെടുത്ത് പണം എടുത്തോണ്ട് പോകും, അല്ലെങ്കിൽ ഇവനെ പറ്റിച്ചിട്ട് ആരെങ്കിലും പണം എടുത്തോണ്ട് പോകും. ഇപ്പൊ പോയ പണത്തിന് ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊക്കെ സച്ചി ചോദിക്കുമ്പോഴേക്കും സുധിയാണെന്നുണ്ടെങ്കിൽ എടാ അത് എന്റെ സ്വന്തം കാര്യമാണ്, അതില് നീ തലയിടണ്ട എന്നുള്ള കാര്യം പറയാണേ. ഏതാണ് നിന്റെ സ്വന്തം കാര്യം എന്ന് വെച്ചിട്ട് രവി അങ്ങ് ദേഷ്യത്തിൽ ചെല്ലുവാണ് കേട്ടോ സുധിയുടെ അരികിലേക്ക്. സുധിയാണെങ്കിൽ ഇരുന്നിടത്ത് അങ്ങ് പേടിച്ച് എഴുന്നേൽക്കുന്നുണ്ട്. മൊത്തം കുടുംബത്തെയും അപമാനപ്പെടുത്തിയിട്ട് പോലീസുകാർ വന്നിട്ട് നമ്മളെ വലിച്ചെറിച്ച് പുറത്തിട്ടതുപോലെയായി. ഇതാണോടാ നിന്റെ സ്വന്തം വിഷയം? എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കയ്യങ്ങ് ഓങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അങ്കിൾ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. നിന്റെ അടുത്ത് ശ്രുതി ഞാൻ 1000 തവണ വന്നതല്ലേ എടുത്തെടി ഓരോ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള കാര്യം. എന്നിട്ട് നീ കേട്ടിരുന്നോ 10 ഡിഗ്രി നീ പഠിച്ചിട്ടില്ലടാ, എന്നിട്ട് അതിന്റെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി നിനക്കൊണ്ടോടാ? ചെറിയ പണോ മറ്റോ ആണോ? 30 ലക്ഷം രൂപയാണ് തൊലച്ചിട്ട് വന്ന് നിൽക്കുന്നത്. ഒരു മനുഷ്യന് ആഗ്രഹിക്കാം, പക്ഷെ അത്യാഗ്രഹം പാടില്ല. 3 കോടി എന്ന് പറയുന്നത് നിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷന് ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. അതിനെക്കുറിച്ചെങ്കിലും നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോടാ? എന്നതിന് ശേഷം ശ്രുതി ഒരു നോട്ടം നോക്കിയിട്ട് രവി അങ്ങ് മാറി നിൽക്കുവാണ്. ഉടനെ തന്നെ ചന്ദ്രയാണെങ്കിൽ രവിക്ക് അരികിലേക്ക് ചെല്ലുവാണ്. രവിയേട്ട എന്തിനാ ഇപ്പോ അവനെ ചീത്ത പറയുന്നത്? ഇപ്പൊ നിങ്ങളാണ് അവന് 30 ലക്ഷം രൂപ പുറം കൊടുത്തത്. വെറുതെ കിടന്നിട്ട് ഒച്ചയെടുക്കാൻ വേണ്ടിയിട്ട്. അവനെല്ലാം ചട്ടം പോലെ തന്നെയാണ് ചെയ്തത്, പക്ഷെ ഏതവനോ അവനെ പറ്റിച്ചിട്ട് പോയി. അതിനിപ്പോ ഇവൻ എന്താ ചെയ്യാൻ വേണ്ടി പറ്റാന്നൊക്കെ ചോദിക്കുകയാണേ. ഇത് കേട്ട് സച്ചിയാണെങ്കിൽ ഓഹോ അച്ഛൻ പണം കൊടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് അച്ഛന് അവനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ലേ? ശരി, എന്തായാലും അച്ഛന്റെ പണം എടുത്തോണ്ട് പോയില്ലായിരുന്നു അവൻ, അത് ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റുമോ? അത് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇപ്പോ അതാണോടെ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് സച്ചിക്ക് അരികിലേക്ക് ചെല്ലുവാനുണ്ട് ചന്ദ്ര. പ്രശ്നം അതല്ല, നിങ്ങളാണ്. അവന്റെ മേല് തെറ്റുണ്ടെന്നുണ്ടെങ്കിലും അവനെ ഒരിക്കലും വിട്ടുകൊടുത്തിട്ട് അമ്മ സംസാരിക്കില്ല. ഇവര് ഇനിയും മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവനെ ഒരുപാട് ആൾക്കാർ പറ്റിക്കും. നീ കൂടുതൽ സംസാരിക്കണ്ട എന്ന് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ സച്ചിയുടെ അടുത്ത്. അത് കേട്ട ഉടനെ തന്നെ ആദ്യം നീയാണ് സംസാരിക്കാണ്ടിരിക്കേണ്ടത്. അവൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? ചെറുപ്പം മുതലേ അവൻ വലിയ ആളാവും കോടീശ്വരനാവും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നീ അവനെ വളർത്തിയത്? അവനാണെന്നുണ്ടെങ്കിലും അധ്വാനിച്ചിട്ട് നേർമാർഗത്തിലൂടെ മുന്നേറി വരുന്നുമില്ല. അവനും എക്സ്പ്രസ് ട്രെയിൻ മാതിരി വേഗത്തിൽ പോണെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണല്ലോ അച്ഛാ അവൻ തെന്നിട്ട് താഴെ വീണ് കിടക്കുന്നത്. തുടർന്ന് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ സുധിയേട്ട അന്ന് രജിസ്റ്റർ ഓഫീസിൽ പോയ സമയത്ത് അയാളുടെ പേര് തന്നെയാണോ ആ വീടുള്ളതെന്നുള്ള കാര്യം ചെക്ക് ചെയ്യണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണേ. ആ വേണമായിരുന്നു എന്ന് സുധി പറയുമ്പോ പിന്നെ നിങ്ങൾ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയതെന്ന് വർഷ ചോദിക്കുകയാണേ. രജിസ്ട്രേഷനൊക്കെ എത്ര പണമാവും എന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട്.
ഇത് കേട്ട ഉടനെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ എന്താണോ വേണ്ടത് അത് ചെയ്തിട്ടില്ല അല്ലേ? ഇതിൽ നിന്ന് തന്നെ ശ്രീകാന്ത് ഒരു കാര്യം മനസ്സിലായില്ലേ, പഠിച്ചിട്ട് മാത്രം കാര്യമൊന്നുമില്ല എന്ന്. എടാ മതിയെടാ, എന്താ ഇപ്പൊ പ്രശ്നം? ഞങ്ങളുടെ 30 ലക്ഷം രൂപയല്ലേ പോയത്, സബ് ഡീലേഴ്സിന് ഞാൻ പണം അറേഞ്ച് ചെയ്ത് കൊടുത്തോളാം എന്ന് ശ്രുതി പറയുമ്പോ, ആര് നീയോ? അച്ഛൻ ഇതുവരെ 50 ലക്ഷം രൂപ നീ തിരിച്ചു കൊടുത്തിട്ടില്ല, പിന്നെയല്ലേ ഇത് എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഇടകേറിയിട്ട്, സച്ചി ഇപ്പോ നിന്റെ പ്രശ്നം എന്താണ്? ഞങ്ങൾ തന്നെ പറ്റിക്കപ്പെട്ട് നിൽക്കുകയാണ്, അതില് നിങ്ങൾ സന്തോഷപ്പെട്ട് നിൽക്കുകയാണോ? ശ്രുതി നീ എന്ത് വർത്താനായി പറയുന്നത്? സച്ചിയേട്ടൻ നിങ്ങളെ കുത്തി നോവിച്ചിട്ട് സന്തോഷപ്പെടുകയാണെന്നാണോ പറഞ്ഞത്? അന്ന് ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഓണറെ കണ്ടിട്ട് സംശയമുണ്ടെന്നുള്ള കാര്യം പറഞ്ഞതല്ലേ? അപ്പോഴേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുമായിരുന്നോ? അത് മാത്രമല്ല രേവതി, അന്ന് അമ്പലത്തിൽ വെച്ചിട്ട് അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ രേവതി ശകുനം ശരിയല്ല എന്നുള്ള കാര്യം പറഞ്ഞു, അതും നിങ്ങൾ കേട്ടില്ല. അത് കേട്ട ഉടനെ തന്നെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയാണ് കേട്ടോ നോക്കുന്നത്. കാരണം അത് കേൾക്കാണ്ടിരുന്നത് ശ്രുതി മാത്രമായിരുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ചീത്തത് സംഭവിച്ചു, അതിലും നിങ്ങൾക്കൊരു സന്തോഷമാണല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോ ഇവളടുത്തൊക്കെ എന്താ പറയുന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന മട്ടില് സച്ചിയും രേവതി നോക്കുന്നുണ്ട്. ഇത് കേട്ട ശ്രീകാന്ത് ആണെങ്കിൽ, ചേച്ചി അവരതല്ല ഉദ്ദേശിച്ചത്, മുമ്പേ നിങ്ങളെ വോൺ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളാണ് കേൾക്കാത്തത്. അറ്റ്ലീസ്റ്റ് രേവതി ചേച്ചി പറഞ്ഞ സമയത്ത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണമായിരുന്നു. അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലേ ശ്രുതി ചേച്ചി? അതേ വർഷേ എല്ലാം ഞങ്ങളുടെ തെറ്റാണ്, ഞങ്ങൾ ആരെയും പറ്റിക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല. ഒരു വീട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചു, അത് നേരായ മാർഗത്തിലൂടെ അവൻ ഞങ്ങളെ പറ്റിച്ചു. നിങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറ്റിക്കപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഞങ്ങളുടെ അച്ഛന് കൊടുക്കേണ്ട പണം തിരികെ കൊടുക്കുക എന്ന് സച്ചി ചോദിക്കുന്നുണ്ടേ. അത് മാസം മാസം തരുന്നില്ല എന്ന് ശ്രുതി ചോദിക്കുമ്പോ, അങ്ങനെ തന്നിട്ട് എപ്പോ തീരാനാണ്? അതും ഇപ്പോ 30 ലക്ഷം രൂപ വേറെ നഷ്ടം വന്നിട്ടുണ്ട്, ഈ പണത്തിന്റെ പേരും പറഞ്ഞിട്ട് മാസം മാസം തരാൻ വേണ്ടി പറ്റില്ല എന്ന് നിങ്ങൾ പുതിയ കഥ ഇറക്കും. ഇതൊന്നും ഒരിക്കലും വർക്കൗട്ട് ആവുന്ന കാര്യമില്ല. ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് തന്നെ മലേഷ്യയിൽ നിന്ന് പണം അയക്കാൻ വേണ്ടിട്ട് പറ. ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതിയാകെ ഞെട്ടുവാണേ. അത് നല്ലൊരു ഐഡിയ ആണെന്നുള്ള മട്ടില് ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രയും ശ്രുതിയെ ഇങ്ങനെ നോക്കുവാണേ. അതെ, നിന്റെ ഇളയച്ചിനെ വിളിച്ചിട്ട് ഇതുപോലെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് പണം അയക്കാൻ വേണ്ടി പറ. മലേഷ്യയിൽ അത്രയും പണമുണ്ട് ഇത്രയും പണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ആഴ്ചയിൽ ഇവിടെ ഭയങ്കര ബിൽഡപ്പ് ആണല്ലോ. നിന്റെ അച്ഛനും ജയിലിലല്ലേ ഉള്ളത്, അവിടെ ഒരു വീട് ഇവിടെ ഒരു വീടും കൂടി മേടിച്ചിട്. അങ്ങനെ ഞങ്ങളുടെ പങ്കും കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കും പെട്ടെന്ന് തന്നെ ടെറസിൽ റൂം കെട്ടാൻ വേണ്ടി പറ്റും. എത്രയെന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഹാളിൽ കിടക്കുക. അതുകൊണ്ട് ഇതെല്ലാം സഹിച്ചിട്ട് പോകുന്നു. അവളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇവിടുന്ന് പോയേനെ. ഇതെല്ലാം കേട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, സച്ചി എന്താ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ അച്ഛൻ ഇപ്പോഴും ജയിലിൽ തന്നെയാണുള്ളത്, അച്ഛൻ പുറത്തായിരുന്നെങ്കിൽ ഇതൊക്കെ ഞാൻ എപ്പോഴേ ചെയ്തേനെ. അതെങ്ങനെയാണ് നിന്റെ അച്ഛൻ ഇത്രയും മാസമായിട്ട് ജയിലിൽ തന്നെ കിടക്കുന്നത്? എന്തായാലും കേസ് കോടതിയിൽ പോയിട്ട് നിന്റെ അച്ഛനെ എത്ര നാളത്തെ ശിക്ഷ കിട്ടുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. കേസ് സച്ചി ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ഇത്രയും നാളൊന്നും പോയില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോ, നീ എന്താ ലോയർ ആണോ എന്ന് ചോദിക്കുകയാണേ. ഇതിന് ലോയർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, പൊതു അറിവുണ്ടായാൽ മതി. സച്ചി അതൊക്കെ എന്തിനാ ഇപ്പൊ സംസാരിക്കുന്നത്, അതൊക്കെ വിട്ടേക്ക്. അല്ല അച്ഛാ, വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെ സമ്പാദിക്കുന്ന പണങ്ങളെല്ലാം ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണം എപ്പോഴാണ് നമ്മുടെ കയ്യിലേക്ക് വരുക? എടാ, ആദ്യം നഷ്ടപ്പെട്ടു പോയ പണം എങ്ങനെയാണ് തിരികെ കിട്ടുക എന്നുള്ള വഴിയല്ലേ ആദ്യം നോക്കണ്ടെന്ന് ചന്ദ്ര ചോദിക്കുമ്പോ, അവൻ എവിടെ നാട്ടിലേക്ക് പോയെന്നുള്ള കാര്യം ആർക്കാണ് അറിയുന്നത്? അയാളെ യെല്ലോ ബോർഡുള്ള കാറിനകത്താ വന്നത്, ഡൗട്ടാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. ഞാൻ അയാളെ പിടിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുക എന്നും പറഞ്ഞതാണ്. പക്ഷെ ഇവനാണ് തടുത്തത്. അത് മാത്രമാണോ, അവിടെ എന്തെല്ലാം പൊങ്കലാപ്പുകളായിരുന്നു കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. പ്രേതത്തിനെ ഓടിക്കുന്നു, പ്രേതത്തിനെ വിളിച്ചു വരുത്തുന്നു, പേരിടുന്നു, എന്തെല്ലാം ആയിരുന്നു. ഇപ്പോ എല്ലാം കൂടി സഹായില്ലേ? സച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നമ്മുടെ വർഷയ്ക്കാണെങ്കിൽ ചിരി അടക്കാൻ വേണ്ടി പറ്റുന്നില്ലേ? വർഷയും അതുപോലെ ശ്രീകാന്തും ചേർന്നിട്ട് നല്ല ചിരിയാണ്. അങ്ങനെ അവര് ചിരിക്കുന്നത് കാണുമ്പോ നിങ്ങൾക്ക് എന്റെ സിറ്റുവേഷൻ പരിഹാസമായിട്ടാണല്ലേ തോന്നുന്നത്? അല്ലാതെ പിന്നെ എന്താടാ തോന്നുക? ആ വീട് വാങ്ങാൻ വേണ്ടിട്ട് ഈ വീട് വിൽക്കാൻ വേണ്ടി പറഞ്ഞവനല്ലേ നീ? ഈ വീട് വിറ്റിട്ട് നിന്റെ ഷെയർ ചോദിച്ചവനല്ലേടാ നീ? അച്ഛനെങ്ങാനും അത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഈ വീടും കൂടി ചേർന്നങ്ങ് പോയേനെ. അത് കേട്ടിട്ട് ചന്ദ്രയ്ക്കാണെ ആകെ ടെൻഷൻ. കാരണം ചന്ദ്രയുടെ വീട് പോകുന്ന കാര്യത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത്. എടാ, നീ എന്തിനാ ഇപ്പൊ ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത്? പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അവര് അന്വേഷിക്കാന്ന് പറഞ്ഞല്ലോ. എന്താ നടക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. തുടർന്ന് സുധീരുടെ അടുത്ത് പറയുന്നുണ്ട്, എടാ, സമ്പാദിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ സമ്പാദിക്കുന്ന പണം സുരക്ഷിതത്തോടു കൂടിയിട്ട് കയ്യിൽ വെക്കാനും കൂടി അറിയണം, അതാണ് പ്രധാനം. ഇനിയെങ്കിലും മര്യാദയ്ക്ക് നേർമയോടുകൂടി നടന്നോ, പൊക്കോ എന്ന് പറഞ്ഞിട്ട് സുധിയും ശ്രുതിയും റൂമിലേക്ക് അങ്ങ് പറഞ്ഞു വിടുവാണ്. അതിന്റെ പുറകെ തന്നെ ശ്രീകാന്തും വർഷയും പോകുന്നുണ്ട്. സുധി അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം രവിയുടെ അടുത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോ എല്ലാവരും കൂടി ചേർന്നിട്ട് സുധി എന്തിനാ ഇങ്ങനെ ചീത്ത പറയുന്നത്? അവനൊരു വീട് വാങ്ങണമെന്ന് വിചാരിച്ചു, അതില് നമ്മളെല്ലാവരും താമസിക്കണം, അതിനു വേണ്ടിയിട്ടാണ് അവൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയത്. അതിൽ നിന്ന് തന്നെ അവന്റെ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാക്കിയൂടെന്ന് ചോദിക്കുമ്പോ, സ്നേഹം മാത്രം ഉണ്ടായാൽ പോരാ, അവന് ബുദ്ധിയും കൂടി വേണം. ആദ്യം നീ അവൻ ചെയ്യുന്ന തെറ്റിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ പരിപാടി അങ്ങ് നിർത്ത്, അപ്പോഴേ അവൻ നന്നാവുള്ളൂ.
നിങ്ങൾ കാര്യം തന്നെയാണ് സുധിയെ ഇവൻ എപ്പോഴും ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ അങ്ങ് പോവാണേ. അച്ഛാ, ഞാനിവിടെ എന്റെ പാട്ടിന് ഒതുങ്ങി നിൽക്കുവാണ്, ചുമ്മാ എന്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ട എന്നുള്ള കാര്യം പറഞ്ഞേക്ക്. ഞാൻ കാരണമാണോ അച്ഛാ അവൻ പറ്റിക്കപ്പെട്ട് നിൽക്കുന്നതെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ടേ. എടാ സുധി പറ്റിക്കപ്പെട്ട് നിൽക്കുകയാണ് എന്ന് കരുതിയിട്ട് ആ പണം അങ്ങനെ പോട്ടേന്ന് നമുക്ക് വിചാരിക്കാൻ വേണ്ടി പറ്റുമോ? ആ പണം അടിച്ചോണ്ട് പോയ ഫ്രോഡ് ആരാണെന്നുള്ള കാര്യം കണ്ടെത്തണം. സുധി കയ്യിൽ നിന്ന് പണം പോയ വിഷമത്തിലാണുള്ളത്. അവനെ ആരാണ് പറ്റിച്ചത്, ആ പണം എങ്ങനെ തിരികെട്ടണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നീ അന്വേഷിക്കണമെന്ന് പറയണേ. ശരി അച്ഛാ, ഞാൻ നേരിട്ട് പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക എന്ന് സച്ചിയും പറയുന്നുണ്ട്. അങ്ങനെ ചുമ്മാ അന്വേഷിച്ചാൽ മാത്രം പോരാ, ആളെ കണ്ടുപിടിച്ചിട്ട് തിരികെ പണം മേടിക്കണം. ഇത് കേട്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ ഓടിപ്പോയതിന് വേണ്ടിയിട്ട് ഞാൻ ഓടണല്ലോ എന്ന് ഇങ്ങനെ അടക്ക ശബ്ദത്തിൽ തല ചൊറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. എന്താടാ നീ പറഞ്ഞത് രവി ചോദിക്കുമ്പോ ഒന്നുമില്ല അച്ഛാ, അയാളെ പിടിക്കുക അച്ഛാ എന്ന് പറയണേ. എന്തായാലും നീ ഒന്ന് അന്വേഷിച്ച് നോക്കടാ എന്ന് പറഞ്ഞിട്ട് രവി അങ്ങ് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. കേട്ടില്ലേ രവി, ആ ഓടിപ്പോയവനുണ്ടല്ലോ ഓരോ സ്ഥലത്ത് പണം കൊണ്ടുപോയിട്ട് പറ്റിക്കപ്പെട്ടത് നിൽക്കും. എന്നിട്ട് അത് ആരാ പറ്റിച്ചതെന്നുള്ള കാര്യം നോക്കിയിട്ട് ഞാൻ അതിന്റെ പുറകെ ഓടണം. സച്ചേട്ടാ, അവര് കയ്യിൽ നിന്ന് കാശ് പോയ വിഷമത്തിലാണുള്ളത്. അവരെ സച്ചേട്ടൻ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞിട്ട് മനസ്സ് വേദനിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനെപ്പോഴും അത് ചെയ്തത്. സച്ചേട്ടൻ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കാണ്ടിരുന്നാ മതി. ആദ്യം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ആരാണ് അയാൾ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് ആ പണം എങ്ങനെ തിരികെ മേടിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം. അച്ഛൻ എന്തായാലും പറഞ്ഞു പോയല്ലോ, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് സച്ചിയും. എവിടെ പോയിട്ടാണ് അന്വേഷിക്കേണ്ടതെന്നുള്ള കാര്യം അറിയില്ല. ആ സുധിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവനാണല്ലോ ഈ വീടിനെ കുറിച്ച് പറഞ്ഞത്. ആദ്യം അവന്റെ അടുത്ത് പോയിട്ട് അന്വേഷിക്കാം. നാളെ എന്തായാലും ഞാൻ അവനെ കൂട്ടിക്കൊണ്ട് ആ ഏരിയയിലൊക്കെ ഒന്ന് പോയിട്ട് അന്വേഷിക്കാം. ശരി സച്ചിയേട്ടാ, ഞാൻ എന്റെ ജോലി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവാണേ. തുടർന്ന് സച്ചിയും അതുപോലെ ആനന്ദും കൂടി ചേർന്നിട്ട് വണ്ടിയിൽ പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സച്ചി പോവാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അവനെയും കൂട്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവന് നിങ്ങൾക്ക് പരിചയമായിട്ട് എത്ര നാളായെന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് നാളായി, ഏകദേശം 1 മാസമായി എന്ന് പറയണേ. എന്താ നീ പറഞ്ഞത്, 1 മാസമെന്നോ? അങ്ങനെ വെറും 1 മാസം പരിചയമുള്ള ആളെടുത്താണോ സുധിയെ കൊണ്ടുപോയിട്ട് 30 ലക്ഷം രൂപ നീ കൊടുപ്പിച്ചത്? ഞാൻ എന്ത് ചെയ്യാനാണ് സച്ചി? 5 കോടിയുടെ വീട് 3 കോടിക്ക് തരുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നിന്റെ ചേട്ടന്റെ അടുത്ത് പോയി പറഞ്ഞപ്പോ അവൻ ഡൈനോസറിനെ പോലെ ഉടനെ തന്നെ വാ തുറന്നു. അവനെ കുറിച്ചിട്ട് നിങ്ങൾക്കും അറിയാലോ, ഈ ലോകത്ത് ഏറ്റവും ബുദ്ധിയുള്ളത് അവനാണെന്നാണ് അവൻ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത്. എന്നാൽ ഏറ്റവും വലിയ മണ്ടനാണ് അവൻ. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം എന്റെ അടുത്തല്ലേ പറയേണ്ടതെന്ന് ആനന്ദിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാന് അവന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വീട്ടിൽ പോയി എല്ലാരുമായിട്ട് സംസാരിച്ചിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് എന്റെ അടുത്ത് വന്ന് പറയാനാ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞത്. എന്നാൽ അവനാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ എല്ലാവരുടെ അടുത്തും അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഇപ്പൊ പറയണ്ട, ഉടനെ തന്നെ നമുക്ക് കാശ് കൊടുത്തിട്ട് തീർപ്പാക്കാം എന്ന് പറഞ്ഞിട്ട് അവനാണ് കൊണ്ടുപോയിട്ട് വേഗം കാശ് കൊടുത്തത്. നിങ്ങൾക്കെങ്കിലും കുറച്ച് ബുദ്ധി വേണമായിരുന്നു എന്ന് പറയുമ്പോൾ നിന്റെ ഏട്ടന്റെ കൂടെ ചുറ്റി കറങ്ങാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കെങ്ങനെ അത് ഉണ്ടാവുന്നത്? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാൻ എന്റെ ജോലി ഒഴിവാക്കിയിട്ട് നിന്റെ കൂടെ കറങ്ങുവാണ്. ആ പാർട്ടി ആരാണെന്നുള്ള കാര്യം അറിഞ്ഞ് കാശ് തിരികെ മേടിക്കുന്നത് വരെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ എന്റെ കൂടെ വരണമെന്ന് സച്ചി അവന്റെ അടുത്ത് ഓർഡർ ഇടുവാണേ. സച്ചിയുടെ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ല കമ്മീഷനും കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അത് ആ ഓടിപ്പോയതിന്റെ അടുത്ത് നീ മേടിച്ചിട്ടുണ്ടാവുമല്ലോ. ഇല്ല സച്ചി, തരാന്നുള്ള കാര്യം പറഞ്ഞത്, പക്ഷെ ഇതുവരെ തന്നിട്ടില്ല. ആദ്യം നമുക്ക് അവൻ കൊടുത്ത അഡ്വാൻസ് തിരികെ മേടിക്കാൻ വേണ്ടി നോക്കാം. അങ്ങനെ സച്ചിയും അതുപോലെ തന്നെ ആനന്ദും കൂടി ചേർന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവിടെ കട നടത്തുന്ന ഒരു ചേട്ടന്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ ചെന്നിട്ട് 2 ഇളന്നി വെട്ടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അത് കുടിച്ചുകൊണ്ട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വിശ്വനാഥൻ എന്ന് പറയുന്ന ആളെ അറിയോ എന്നാണ്. അറിയാം, അയാള് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്റെ അടുത്ത് ഇളന്നി മേടിക്കാറുണ്ട്. ഓ, എത്ര നാളായിട്ട് അറിയാന്ന് ചോദിക്കുമ്പോ 6 മാസമായിട്ട്. എന്താ നിങ്ങള് അവരെ കുറിച്ച് ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ കടയിലുള്ള ആള്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, അയാള് ഒരു ഫ്രോഡാണെന്നുള്ള കാര്യം എനിക്കും സംശയം ഉണ്ടായിരുന്നു. എനിക്ക് ആ വീടിന്റെ ഓണറെ നന്നായിട്ട് അറിയാം. ഞാൻ അതുകൊണ്ടാണ് അവരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. അവരെ കാണാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ ആരൊക്കെയാ വരാറുള്ളതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നല്ല ഹൈറ്റുള്ള ഒരാൾ വരാറുണ്ട്. ആരാണെന്ന് ചോദിക്കുമ്പോൾ അയാളെ ഞാൻ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അയാള് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരാറുണ്ട്. ഏത് സീരിയല് ഏത് ചാനലെന്നൊക്കെ ആനന്ദ് ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അയാളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. വേറെ ആരെങ്കിലും അങ്ങോട്ട് വരാറുണ്ടോന്ന് സച്ചി ചോദിക്കുമ്പോൾ അവിടെ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു അമ്മ വരാറുണ്ട്. അവര് ഇവിടെ അടുത്തുള്ള നാട്ടിലുള്ള ആളാണ്. ആ സ്ത്രീയാണ് എന്റെ അടുത്ത് പറഞ്ഞത് അയാള് ടിവിയിലും സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ആളാണെന്ന്. ആ ജോലിക്കാരിയുടെ വീട് എവിടെയാന്നുള്ള കാര്യം അറിയുമെന്ന് സച്ചി ചോദിക്കുമ്പോൾ അറിയാം. എന്നിട്ട് ആ സ്ത്രീയുടെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് കഴിച്ച് ഇളനീരിന്റെ കാശും അതുപോലെ തന്നെ സച്ചിയുടെ വിസിറ്റിംഗ് കാർഡും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാർഡിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. എന്റെ പേര് സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവരുടെ നിന്ന് പോകുമ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന്. എന്തായാലും നമുക്ക് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോയി നോക്കാം. കേറെന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. കാറിൽ കയറി ഇരുന്ന ഉടനെ തന്നെ സച്ചിക്ക് നമ്മുടെ നീലിമ കൊടുത്തിരിക്കുന്ന സ്പെക്സ് ഉണ്ടല്ലോ അത്
കാറിൽ കണ്ടിട്ട് എടുത്തിട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ ആനന്ദ്. അത് അവിടെ വെക്കുകയെന്ന് പറഞ്ഞിട്ട് അവരെ വിലക്കുന്നുണ്ട്. അതോടൊപ്പം രേവതിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്നിട്ട് രേവതി എവിടെയാന്ന് ചോദിക്കുകയാണേ. രേവതി അമ്മയുടെ കടയുടെ അടുത്തുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ ശരി ഞാൻ അങ്ങോട്ടേക്ക് വരാം, എക്സ്ട്രാ ഒരു ലഗേജ് ഉണ്ട് അത് ഇറക്കിയിട്ട് വരാം എന്ന് പറയണേ. ആനന്ദിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ശരി സച്ചേട്ടൻ വാ, ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം രേവതിയും പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. ഇനിയാണ് നമ്മുടെ നീലിമയാണ് സുധിയെ സ്നേഹിച്ച് പണം അടിച്ചുകൊണ്ട് പോയ പെണ്ണ് എന്നുള്ള കാര്യം നമ്മുടെ സച്ചി അറിയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പറയാം. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്